ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് ഇടിച്ചക്ക കൊണ്ടാണ് രണ്ട് ഡിഷസ് ഉണ്ടാക്കിയിരിക്കുന്നത്, തോരനും മസാലക്കറിയും. അപ്പം ഞങ്ങൾ മോളെ കാണാൻ പോയപ്പോൾ അവിടുന്ന് ഇടിച്ചക്ക ഒരു പീസ് കിട്ടിയിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കി മസാലക്കറിക്കും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഇട്ടിട്ട് ഞാൻ കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് അടച്ചിട്ട് ഒരു 3 വിസിൽ ഇല്ലെങ്കിൽ 4 വിസിൽ അത്രയും മതിയാകും. അപ്പോൾ ഞാനൊരു 3 വിസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത ശേഷം കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടിച്ചക്ക ഒന്ന് വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് മുളക് ഞാൻ ചുടാൻ പോവുകയാണ്. ഒരു 4 മുളക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അടുപ്പിൽ നമ്മൾ തീ കത്തിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. പച്ചമുളകിന് പകരം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മുളക് ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാലക്കറിക്ക് ഒരു പാനിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി, പിന്നെ 3 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഹോൾ മല്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എരിവിന് വേണ്ട ചുവന്ന മുളക്, കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഹോൾ പെപ്പർ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും ആഡ് ചെയ്തിട്ടുള്ളൂ, കൂടുതൽ എരിവ് വേണ്ട പറഞ്ഞിട്ട്. ഒന്ന് റോസ്റ്റായ ശേഷം 2 പിടി നാളികേരമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ നാളികേരത്തിൻ്റെ ആ മോയ്സ്ചറൊക്കെ ഒന്ന് പോകുന്നവരെ, ചുവപ്പാകണം എന്നൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ മോയ്സ്ചർ പോയി കിട്ടിയാൽ മതി. അപ്പോൾ അതും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ തോരന് വേണ്ടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയാണ്. നമ്മുടെ തോരന് വേണ്ടിയിട്ട് ഒരു 10 ചെറിയ ഉള്ളിയും ഒരു 6 നമ്മുടെ വെളുത്തുള്ളിയും ആണ് ചതച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചുട്ടമുളകും ചേർത്ത് ചതച്ചിട്ടുണ്ട്. ഇപ്പോൾ മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പം നമുക്ക് തോരന് വേണ്ടതും റെഡിയായി, നമ്മുടെ മസാലക്കറിക്ക് വേണ്ട മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഷ്ണങ്ങൾ വേവിച്ച് തുടങ്ങാം. ഞാൻ ഇടിച്ചക്കയുടെ കൂടെ ഒരു ചെറിയ പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോയും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ശേഷം നമുക്ക് തിളപ്പിച്ച് തുടങ്ങാം. മുളക് ഓൾറെഡി നമ്മൾ മുളക് വറുത്തിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മസാല ഇപ്പോൾ ഒന്ന് തണുത്ത് കാണും, അത് നമുക്കൊന്ന് അരച്ചു കൊടുക്കണം. ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നല്ലോ. ഒരു 3 വിസിൽ കഴിഞ്ഞു. അപ്പോൾ പ്രഷറൊക്കെ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലയും അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇപ്പോൾ അരച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് വെള്ളവും ചേർക്കുക. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മസാലയിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഒരു 4 to 5 minutes ഒന്ന് ബോയിലായിക്കോട്ടെ. അപ്പോൾ അവിടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടിച്ചക്ക നമ്മൾ വേവിച്ച ഇടിച്ചക്ക ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ചട്ടുകം കൊണ്ട് തന്നെ നമുക്കിങ്ങനെ സോഫ്റ്റാക്കി എടുക്കാം. അതായത് ഷ്രെഡ് ചെയ്ത് എടുക്കുകയാണ്. അവിടെ ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഉഴുന്ന് പരിപ്പും ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്രഷ് ചെയ്ത ചെറിയ ഉള്ളിയും ഗാർലിക്കും നമ്മുടെ പിന്നെ ചുട്ടെടുത്ത മുളകും അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നെക്സ്റ്റ് ഇനി നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഇടിച്ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളകുമൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നാളികേരം ആടുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റുമാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 to 4 minutes വീണ്ടും ഇതിങ്ങനെ അടുപ്പത്ത് തന്നെ ഇട്ട് വയ്ക്കാം.
എന്നിട്ട് ഫൈനലി നമുക്കിതിൽ കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിന് പകരം ചുട്ട മുളകാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ മസാലക്കറി എന്താ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അങ്ങനെ കടുകും താളിച്ച് കഴിഞ്ഞു. അപ്പോൾ ഉച്ചയൂണിന് നമുക്ക് ഇടിച്ചക്ക വെച്ചിട്ട് കറിയും റെഡി, തോരനും റെഡി. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഉച്ചയൂണിൻ്റെ ഡിഷുമൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.